അല്ലേയൊരൽപ്പവുമില്ലെനിക്ക് ആലകൾ പടകി ആടിച്ചെന്ന അല്ലേയൊരൽപ്പവുമില്ലെനിക്ക് ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായുണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായുണ്ട്. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു മാറും. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു മാറും. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്ധ്യാസമയം ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലപ്പോഴും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്താ ഈ ഭവനത്തിൽ തന്നെ വചനം ശുശ്രൂഷിക്കാനുള്ള അവസരം കർത്താവ് തരാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് വന്നു. സ്തോത്രം. ഓരോ എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയും ദൈവം നമുക്ക് വേണ്ട മന്ന കൃത്യമായിട്ട് തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധി സന്തോഷമുള്ളവരെന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമ്മളിപ്പോ പാടിയ പാട്ട് പലപ്പോഴും അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല എന്ന് പറയുന്നത്. പക്ഷെ ആ പാട്ട് എന്താ അറിയാമോ? വിശ്വാസ ജീവിതത്തിന്റെ പാട്ടാ. ഹല്ലേലൂയ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. ഹല്ലേലൂയ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനം തന്നെയാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അലകൾ പലതും വന്നാലും ആഴിയും മുഴിയും സൃഷ്ടിച്ച ദൈവമാണ് എന്റെ കൂടെ എന്നും വെണ്ണിലെന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാനെന്നുമുള്ള പാട്ടാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രികാലം എന്തുമാത്രം നാം ആ ഒരു പ്രത്യാശയിലും ആ ഒരു ദൈവിക ആഴത്തിലും നാം വസിക്കുന്നു എന്ന് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യാത്ര ചെയ്യുന്നവരും ഒരു ലക്ഷ്യമുള്ളവരും, പ്രൈസ് ദി ലോർഡ്, ഉറപ്പായ ലക്ഷ്യമുള്ളവരും, ഹല്ലേലൂയ, ജീവിതം എന്താണെന്ന് അറിഞ്ഞവരും ജീവിതം എന്തിനാണെന്ന് അറിഞ്ഞവരും ജീവിതം എങ്ങോട്ടാണെന്ന് അറിഞ്ഞവരുമായിട്ടുള്ള ഒരു കൂട്ടം.
Praise the Lord. Hallelujah. ഇത് പറയുന്നതിൽ ഒത്തിരി അർത്ഥമുണ്ട്. കാരണം പുറത്ത് ഒരാളോട് ചോദിച്ചാൽ അറിയില്ല. Praise the Lord. അറിയില്ല ജീവിതം എന്താ. അതൊരു ജീവിതമുണ്ട്, ജീവിച്ചു തീർക്കണം. അതിനപ്പുറത്തേക്ക് ഹല്ലേലൂയ ഈ കർത്താവിനെ അറിയാത്തവർക്ക് അറിയില്ല. Praise the Lord. എന്നാൽ ലോകം തുടങ്ങിയ കാലം തൊട്ട് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെ ഇത്. എന്തിനാണ് ഈ ജീവിതം, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? Praise the Lord. എന്നാൽ വ്യക്തമായിട്ട് ആ അറിവ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കളാണ് നാം. Praise the Lord. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു വിശേഷതയുണ്ട്. Praise the Lord. ഹല്ലേലൂയ. We are special people. Amen. I want to speak in English as well. I'm trying to. Okay. I want to accommodate you as well. Okay. Today I would like to speak from Mark chapter 4 verse 3 to 8 and 14 to 20. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. Mark chapter 4 verse 3 to 8 and 14 to 20. Mark chapter 4 verse 3 to 8. വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായ്കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. 14-20 വരെ. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ടയുടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനനിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. അവർ 30, 60, 100 മേനി വിളയുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വളരെ വായിച്ചതും ഒത്തിരി ചിന്തിച്ചിട്ടുള്ളതുമായ ഒരു വചനമാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് പുതിയൊരു കാര്യമായിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു പുതുക്കം പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ലക്ഷ്യത്തെയും നമ്മുടെ അടിസ്ഥാനത്തെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഈ വാക്യം സംസാരിക്കുന്നത്. We all know these things. We are very familiar with these verses, this story, this parable. But today we should revisit our foundations. Praise the Lord. Revisit our goals of Christian life through this parable. Okay, വിതയ്ക്കപ്പെടുന്ന വചനം എവിടെ വേര് ഇറക്കുന്നു എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടന്റ് അല്ലേ? It's very important to know where the word is getting its roots. Praise the Lord. Hallelujah. വചനം എവിടെ വേര് ഇറക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. 4 തരത്തിലുള്ള സ്ഥലങ്ങളെ പറ്റി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. By the side of the road, on the rock, among the bushes and on the good ground. അല്ലേ? വഴിയരികില്, പാറമേല്, മുള്ളിനിടയില്, നല്ല നിലത്ത്. Praise the Lord. വളരെ പ്ലെയിൻ ആയിട്ട് നാം ചിന്തിച്ചാൽ വഴിത്തലയ്ക്കലുള്ളതൊക്കെ എന്താണ്? വഴിത്തലയ്ക്കലുള്ളതൊക്കെ ഒരു സുരക്ഷയുള്ളതല്ല. Praise the Lord. അത് എടുത്തോണ്ട് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വഴിത്തലയ്ക്കലാണ് നമ്മുടെ സ്ഥാനമെങ്കിൽ ഹല്ലേലൂയ പക്ഷി അത് കുത്തിക്കൊണ്ട് പോകും. Praise the Lord. നമ്മൾ ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഉറച്ചു നിൽക്കുന്നത് എവിടാണ്?
പ്രൈസ് ദി ലോർഡ്. വഴിത്തലക്കലാണോ? പ്രൈസ് ദി ലോർഡ്. വഴിത്തലക്കൽ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാകും. There will be a lot of noises on the side of the road. There will be a lot of people speaking gospel. Praise the Lord. Hallelujah. ഒരുപാട് പേര് വചനം പറയുന്നവർ നിൽക്കുന്ന സ്ഥലമാണ് വഴിത്തല. Praise the Lord. കർത്താവിനെ പറ്റി പറയുന്ന ഒരുപാട് പേര് നിൽക്കുന്ന സ്ഥലമാണ് വഴിത്തല. Praise the Lord. Hallelujah. എന്നാൽ വേര് വഴിത്തലക്കലാണെങ്കിൽ കൊത്തിക്കൊണ്ടുപോകും. Praise the Lord. ഇനി പാറമേലാണെങ്കിലോ, പാറമേലുള്ള അല്പ മണ്ണില് ഇതെന്ത് ചെയ്യും? കിളുത്ത് വരും. നല്ല പച്ചപ്പായിരിക്കും കിളുത്ത് വരുമ്പോ. Praise the Lord. Hallelujah. എന്നാല് വേര് ഇല്ല. Praise the Lord. പലപ്പോഴും സുന്ദരമായ ജീവിതത്തില് തളിർപ്പ് നമ്മൾ പലതും കാണും. വേരെന്താണ്? കാണാനാകാത്ത, ഹല്ലേലൂയ, കാണാനാകാത്ത ഭാഗമാണ് വേര്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർക്ക് മറഞ്ഞിരിക്കുന്ന ഭാഗമാണ് വേര്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രഹസ്യ ജീവിതമാണ് വേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പരസ്യ ജീവിതമാണ് ഈ തഴപ്പ്, ഇലകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ തഴയ്ക്കുന്നത് എന്ത് സംഭവിക്കും? ചൂടടിക്കുമ്പം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീക ജീവിതത്തില് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആയി തീരാറുണ്ട്. വേരിനെ മറന്നുപോകും, തളിർപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്യും. ഹല്ലേലൂയ. തളിർപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്യും, വേരിനെ മറന്നുപോകും. തളിർപ്പിന് നമ്മൾ ആനന്ദം കൊള്ളും, തളിർപ്പിനെ നമ്മൾ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേരിനെ നാം അറിയാറില്ല. പ്രൈസ് ദി ലോർഡ്. ഈ തളിർപ്പിൽ ആശ്രയിക്കുന്നവരുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അതും നിലനിൽക്കത്തില്ല. മറഞ്ഞിരിക്കുന്ന രഹസ്യ ജീവിതം ആഴത്തിലുള്ളതല്ലെങ്കിൽ തകർന്നു പോകും. ഇവൻ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, എന്താണ്? പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും, ഹല്ലേലൂയ, എന്താ പറയാ, തന്റെ ദർശനങ്ങളെ പറ്റി സംസാരിക്കാൻ തനിക്ക് ആഗ്രഹമില്ല എങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ രഹസ്യ ജീവിതമാണ് തന്റെ ദർശനങ്ങൾ, തന്റെ വെളിപ്പാടുകൾ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അറയിൽ കയറി വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഇടത് കരം കൊണ്ട് വലങ്കരം കൊണ്ടൊന്ന് ചെയ്താൽ ഇടത് കൈ അറിയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ രഹസ്യ ജീവിതത്തിലെ ആ ഉറപ്പ് ആയിരിക്കണം പരസ്യ ജീവിതത്തിൽ എന്ത് ചെയ്തു വരേണ്ടത്? തളർത്ത് വരേണ്ടത്. ഇനിയും അടുത്തത്, മുള്ളിനിടയിൽ വീണ ഒരു കാര്യം. വേര് ഇറങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മണ്ണിളക്കമുള്ളതായിരിക്കും. വേര് ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ വേരിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങളെ പാകം ചെയ്തിട്ട്, ഹല്ലേലൂയ, വളർന്നു വരാൻ തക്കവണ്ണം കഴിയാതെ ഇരിക്കുന്ന, ഞെരുക്കപ്പെടുന്ന അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും
സ്വയം പ്രയത്നം കൊണ്ട് ആത്മീയ ജീവിതത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുണ്ടാവുന്ന പ്രശ്നമാണ്. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും കൃപയിലും ആശ്രയിക്കുന്നതിലുപരി സ്വയം പ്രയത്നം കൊണ്ട് ഹല്ലേലൂയ വളരാൻ ആഗ്രഹിക്കുന്നവർ എന്ത് സംഭവിക്കും? അതിനേക്കാളും വലിയൊരു ദുഷ്ടശക്തി ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ നിന്നെ ഞെരുക്കിക്കളയും. Praise the Lord. ഹല്ലേലൂയ ഹല്ലേലൂയ. കുറച്ചു കഴിയുമ്പോൾ വേരിന്റെ വളർച്ച അവിടെ നിൽക്കും. Praise the Lord. ഹല്ലേലൂയ. എന്നാൽ അടുത്തതാണ് നമുക്കറിയാവുന്നത്, നല്ല നിലം വേരൂന്നി പാകപ്പെട്ട് തളിർത്ത് ഫലം കൊടുക്കുന്ന അനുഭവം അല്ലേ? ഹല്ലേലൂയ. നല്ല നിലം ഏതാണ്? നമ്മുടെ നല്ല നിലം ഏതാണ്? അപ്പൊ നല്ല നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേര് ആഴത്തിനുണ്ടാകും, മേളിലോട്ട് എന്തുണ്ടാവും? തളിർപ്പും ഉണ്ടാകും, ഫലങ്ങളും ഉണ്ടാകും. Praise the Lord. ഹല്ലേലൂയ. വേര് ആഴത്തിലുണ്ടാകും, തളിർപ്പും ഉണ്ടാകും. ഇതാണ് നല്ല നിലത്തിന്റെ ഗുണം. Praise the Lord. ഹല്ലേലൂയ. വളരെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഈ ഉപമ പഠിക്കുമ്പോൾ Praise the Lord നമുക്ക് മനസ്സിലാകും, നല്ല നിലത്ത് നാം എന്ത് ചെയ്യണം? വിതയ്ക്കപ്പെടണം അല്ലേ? ഇനി ഇതെങ്ങനെയാ ഈ നല്ല നിലത്ത് വിതയ്ക്കപ്പെടുന്നത്? ഹൗ വി ക്യാൻ ബി സോഡ് ഇൻ എ ഗുഡ് സോയിൽ. ഏതാണ് ഈ നല്ല നിലം? വാട്ട് ഈസ് ദിസ് ഗുഡ് സോയിൽ? വാട്ട് ഈസ് ദിസ് ഗുഡ് ഗ്രൗണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മുടെ വേര്? വളരേണ്ട വേരെന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശക്തി എന്താണ്? നമ്മളെ വളർത്തുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ അത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ നല്ല നിലത്ത് വീണ വിത്താകാൻ നമുക്ക് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ നല്ല നിലം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ എന്താ പറയാമോ? പ്രൈസ് ദി ലോർഡ്. നല്ല നിലം കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല നിലം നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും നല്ല നിലം? യോഹന്നാന്റെ സുവിശേഷം 15 അതല്ല ഈ വാക്യമുണ്ടല്ലോ. യോഹന്നാൻ 12:24. യോഹന്നാൻ 12:24. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. അപ്പൊ നമുക്കറിയാം, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് അതിന്റെ വേര് ആദ്യം വന്ന് പിന്നെ അതിൽ നിന്ന് സ്പ്രൗട്ട്സ് ഉണ്ടായി, അത് ചെടിയായി വിളവുണ്ടാകുന്നു. തനിയെ ഇരുന്നാൽ. പക്ഷെ ഈ വാക്യത്തിലെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ചാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നാച്ചുറൽ പ്രോസസ് അല്ല അവിടുത്തെ ഫോക്കസ്. ദ ഫോക്കസ് ഈസ് ടു ഡൈ. പ്രൈസ് ദി ലോർഡ്. മരിക്കുക. അതാണ് ആ വാക്യത്തിലെ ഫോക്കസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവ് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ഹല്ലേലൂയ മരിച്ച് ഒരു ജീവവൃക്ഷമായി എന്ത് ചെയ്തു? ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശു കർത്താവ് മരിച്ചു. ഹല്ലേലൂയ. അത് എന്ത് ചെയ്തു? ജീവവൃക്ഷമായി ഉയർത്തെഴുന്നേറ്റു. ഇനി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു.
എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മതി മതി. അപ്പൊ നമ്മള് ഒരു വിത്തായിട്ട് പോയി വീഴുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ക്രിസ്തുവില. ഹല്ലേലൂയ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? ക്രിസ്തു എന്ന മുന്തിരിവള്ളിയോട് നമ്മളെ എന്ത് ചെയ്ത? ചേർത്ത് ഒട്ടിച്ചു. ചേർത്ത് ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ വേരിറക്കാൻ പറ്റാത്ത, അതായത് ജീവന്റെ വേര് ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന നമ്മളെ എടുത്തിട്ട് ജീവന്റെ വൃക്ഷത്തിലോട്ട് എന്ത് ചെയ്തു? ചേർത്തൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് ചത്ത് ജീവവൃക്ഷമായി എഴുന്നേറ്റു. ഹല്ലേലൂയ. ആ ജീവവൃക്ഷത്തോട് നമ്മളെ എന്ത് ചെയ്തു? ചേർത്ത് ഒട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഈ വൃക്ഷത്തിന്റെ കൊമ്പുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വളരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം 2 Corinthians 4:10, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയുന്നേ, നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കണം. We have to conform to the death of Christ. Praise the Lord. ക്രിസ്തുവിന്റെ മരണം എന്താ? ലൗകികതയുടെ മരണമാ, പാപത്തിന്റെ മരണമാ, ജഡത്തിന്റെ മരണമാ. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ എല്ലാ ബലഹീനതകളുടെയും മരണമാ ക്രിസ്തുവിന്റെ മരണം. Hallelujah. Praise the Lord. നമുക്ക് വളരുവാൻ കഴിയാത്ത, നമുക്ക് ജീവൻ പ്രാപിക്കുവാൻ കഴിയാത്ത സകല അസംഭവതകളുടെയും മരണമാണ് ക്രിസ്തുവിന്റെ മരണം. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് ജീവിച്ച് എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന എല്ലാ പാതാള ഗോപുരങ്ങളുടെയും മരണമാണ് ക്രിസ്തുവിന്റെ മരണം. Praise the Lord. Hallelujah. Hallelujah. ഈ രാത്രി ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സകല ശക്തികളെയും മരിപ്പിച്ചിട്ട് അതിന്റെ മേൽ എഴുന്നേൽക്കുന്ന ഒരു ജീവന്റെ പുതുക്കമത്രേ. Praise the Lord. Hallelujah. Hallelujah. ക്രിസ്തുവിനെ നീ അകത്തോട്ട് കൊണ്ട് സ്വീകരിച്ചു കഴിയുമ്പോ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അതുവരെ അസംഭവ്യമായിരുന്ന കുറെ കാര്യങ്ങൾ അവിടെ സംഭവ്യമാവുകയാണ്. Praise the Lord. Hallelujah. Hallelujah. ഇതുവരെ നിനക്ക് ഭക്ഷിക്കുവാൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഇല്ലായിരുന്നു. നീ ഇനി ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ പോവുകയാണ്. Praise the Lord. Hallelujah. ഇതുവരെ നിനക്ക് ഭക്ഷിക്കുവാൻ ജീവന്റെ പോഷകങ്ങളില്ലായിരുന്നു. ഇനി നീ ജീവന്റെ പോഷകം ഭക്ഷിക്കാൻ പോവുകയാണ്. Praise the Lord. Hallelujah. Hallelujah. ഇപ്പൊ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളും ചാവുക. Praise the Lord. Hallelujah. We are also dying. Hallelujah. ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ
മരണത്തോട് ഏകീഭവിക്കണം, പാപത്തോട് മരിക്കണം, ജീവനിൽ നമ്മൾ എന്ത് ചെയ്യണം? തഴയ്ക്കണം. Praise the Lord. Hallelujah. Now we are identified with Christ, the only one who can give life. Amen. Praise the Lord. മരണത്തിൽ നിന്ന് ജീവനെ നൽകുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒന്നിനോട് മാത്രം നാം ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഹല്ലേലൂയ. The identity we had till now was with death. But from the point when you are in Christ, you are identified with the life in Christ. ക്രിസ്തുവിന്റെ ജീവിതവുമായി നീ ഐഡന്റിഫൈ ആവുകയാണ്. Amen. Praise the Lord. Hallelujah. അപ്പോൾ നമ്മളുടെ നിലം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. Praise the Lord. Hallelujah. ഈ ക്രിസ്തുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൊമ്പുകളായിട്ട് ചേർത്തൊട്ടിച്ചു. ഇനി പറയുന്നുണ്ട്, സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെ ആദരിക്കാതെ വന്നേക്കാം, നെളിയാതെ. Praise the Lord. Hallelujah. ഇനി ജീവവൃക്ഷത്തില് ചേർന്നിരിക്കുന്നതിന്റെ ഇനി അതിന് മുമ്പ് ഒരു കാര്യം. അപ്പോൾ ഒന്ന്, നമ്മളുടെ അകത്തേക്ക് ഈ ഒരു ക്രിയേറ്റീവ് പവർ, ജീവന്റെ ക്രിയേറ്റീവ് പവർ, അത് എങ്ങനെയാ വരുന്നേ? വചനത്തിലൂടെയാ വരുന്നത്, അല്ലേ? സകലത്തിന്റെയും സൃഷ്ടി എങ്ങനെയാ സംഭവിച്ചേ? വചനത്തിലൂടെയാ സൃഷ്ടി സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ നാം സ്വീകരിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തു, വചനമായ ക്രിസ്തു നമ്മുടെ അകത്ത് വരിക. അതുകൊണ്ടാ പറഞ്ഞേ, നീ ഒരു എന്ത് ചെയ്യുക? പുതിയ സൃഷ്ടി. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഹല്ലേലൂയ കാര്യം വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 2:20-21. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. 2 വിശ്വാസം. 3 പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ എന്താണ്? വേര് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തേത് പ്രാർത്ഥന. ഇത് മൂന്നും എവിടുത്തെയാ? തളിർത്തല്ല, വേര. Praise the Lord. Hallelujah. വചനവും പ്രാർത്ഥനയും വിശ്വാസവും എന്താണ്? ഇത് വേരുകളാ, the roots which make you intact in Christ. Praise the Lord. Hallelujah. Hallelujah. പ്രാർത്ഥനയെ പറ്റി വളരെ ശക്തമായിട്ട് ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെ. Luke chapter 21 verse 34-36. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ക്രിസ്തുവിൽ വേരൂന്നാതിരുന്നാൽ ഉള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2, അത് സർവ്വഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും. പിന്നെ ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയജനമേ, ഹല്ലേലൂയ, ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ വേര് വളരത്തില്ല. The root will not go down without prayer. ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. Praise the Lord. Without prayer, the root will not grow. We will be cut off. Praise the Lord. വിശ്വാസം, പ്രാർത്ഥന, വചനം, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
അടിസ്ഥാനപരമായിട്ടില്ലെങ്കിൽ നാം കട്ട് ഓഫ് ആവും. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ പേരൻസ് പ്രാർത്ഥിക്കുന്നവരായിരിക്കും, നമ്മുടെ സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, നമ്മുടെ കൂട്ടുകാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ വേര് വളരണമെങ്കിൽ നമുക്കിത് ഉണ്ടായെങ്കിലേ പറ്റൂ. നോ അതർ വേ. കാരണം these are the things which make us rooted to Christ. Praise the Lord. ഇനി ജീവവൃക്ഷത്തിൽ ചേർന്നിരിക്കുന്നതിന്റെ ആ ഒരു രീതിയെ പറ്റി വീണ്ടും പറഞ്ഞു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 1 Corinthians chapter 15 നമുക്കൊന്ന് വായിക്കാം. പക്ഷേ ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർത്തുന്നു എന്നും ഏതുവിധം എല്ലാവരും ശ്രദ്ധിച്ച് പ്ലീസ് ബി അറ്റൻറ്റീവ് ടു ദാറ്റ്. ഏതുവിധം ശരീരത്തോടെ ഇംഗ്ലീഷ് വായിക്കണോ? കുഴപ്പമില്ല. ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. എന്തിനെ പറ്റിയാ പറയുന്നത്? മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഇതിന്റെ അടുത്ത തലത്തിലോട്ട് കയറുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യുക? നൗ വി ആർ റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. നൗ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ. പ്രൈസ് ദി ലോർഡ്. മരിച്ചവർ ഉയർക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് വിധം ഇനി നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അടുത്തത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. ആമേൻ. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ നീ വിതയ്ക്കപ്പെട്ട് കഴിയുമ്പോ ഹല്ലേലൂയ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നീ ദ്രവത്വത്തിലാ നീ വിതയ്ക്കപ്പെടുന്നത്. നീ ഉയർക്കുന്നത് എങ്ങോട്ടാ? അദ്രവത്വത്തിലാ നീ ഉയർക്കുന്നത്. Praise the Lord. Hallelujah. 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 ഈ ജസ്റ്റ് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നല്ല നിലമുണ്ടാക്കുക എന്ന് പ്ലെയിൻ. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിൽ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടിട്ട് ഒരു ആത്മശരീരത്തിൽ ഉയർക്കുന്ന പണിയാ ഹല്ലേലൂയ ദൈവവചനം പറയുന്നത്. Praise the Lord. Hallelujah. നിന്റെ അപമാനത്തിൽ നീ ക്രിസ്തുവിൽ വിതയ്ക്കപ്പെടുന്നു. എന്താ സംഭവിക്കുന്നത്? നീ തേജസ്സിൽ ഉയർക്കപ്പെടുന്നു. നിന്റെ ബലഹീനതകൾ വിതയ്ക്കപ്പെടുന്നു, അത് ശക്തിയിൽ ഉയർക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി 53-ാം വാക്യം 52-53. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമേക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്തത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ?
മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ പ്രമാണം. ഓ പാപത്തിന്റെ ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിട്ട് ജീവന്റെ വൃക്ഷത്തിൽ ഹല്ലേലൂയ നിന്നെ ചേർത്ത് ഓട്ടിച്ച് ജീവൻ നൽകുന്ന ഒരു വിലക്കലും അത് കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണക്കാരൻ പുറത്തുള്ളവനോട് ഈ ഉപമ പറഞ്ഞാൽ അവനും മനസ്സിലാകും, നല്ല നിലമൊക്കെ എന്തൊക്കെ കഥ അവനും ഉണ്ടാക്കും. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ പ്രകാരം പറയും, ഞാൻ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് ഹല്ലേലൂയ ഒരു ഗോതമ്പ് മണിയല്ല, ഞാൻ തന്നെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ മരണത്തോട് ഞാൻ ഏകീഭവിക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടി ഉയർക്കുന്ന ഒരു പുതിയ അനുഭവമല്ലേ ഞാൻ പ്രാപിക്കുന്നത്. നമുക്ക് പോകാം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം. അതിന്റെ 1-3 വാക്യം വായിച്ചിട്ടേ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. ആമേൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഈ കുഞ്ഞാടിനോട് ചേർന്ന് ഹല്ലേലൂയ നമ്മൾ മരിച്ചതല്ലേ, ഈ കുഞ്ഞാടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജല നദിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന ജീവജല നദിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിന്നിൽ നിന്ന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിന്നിൽ നിന്ന് പുറപ്പെടും. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരെ, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജല നദിയുണ്ട്. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. ഹല്ലേലൂയ. ആദ്യം ഒരു തോട്ടത്തിൽ നല്ല ഒരു വൃക്ഷമായിട്ട് നമ്മളെ നട്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്നായി വിതയ്ക്കപ്പെട്ടതായിരുന്നു. ഹല്ലേലൂയ. പാപത്തിൽ നശിച്ചുപോയി. ഹല്ലേലൂയ. ഇവിടെ നിന്ന് നോക്കിക്കേ, അവിടെ നന്മ തിന്മകളുടെ ഒരു വൃക്ഷവും ജീവവൃക്ഷവും ഉണ്ടായിരുന്നു. ഇവിടെ ഇതിനകത്ത് അറിവിന്റെ വൃക്ഷം ഇതിനകത്ത് എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആകെ ജീവവൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എവിടാന്നറിയാമോ? ജീവവൃക്ഷത്തിലാ നീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് എവിടാന്നറിയാമോ? ജീവവൃക്ഷത്തിലാ. നന്മയും തിന്മയും അറിവും അറിവില്ലായ്മയും ഒന്നുമല്ല. നീ ജീവവൃക്ഷത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുഞ്ഞാടിനോടൊപ്പം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി പറയുന്നു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. പിന്നെ പറയുന്നു, ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവർ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ. നീ പ്രകാശിക്കുന്നത് സൂര്യന്റെ പ്രകാശം കൊണ്ടല്ല. ഈ ലോകത്തിലെ വൃക്ഷങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം. നിനക്ക് ആഹാരം ഉണ്ടാകുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സൂര്യന്റെ പ്രകാശമല്ല. ഹല്ലേലൂയ സകല ഹല്ലേലൂയ വെളിച്ചങ്ങളുടെയും പിതാവായ ഓ സർവശക്തനായ ദൈവം തന്നെ നിന്നിലൂടെ ശോഭിക്കും. ഹല്ലേലൂയ. പിന്നെ ഇങ്ങനെ അതേ അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്,
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാകുന്നവൻ ഇനി അഴുക്കാകട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ ഹല്ലേലൂയ. ഒരുപാട് കൊമ്പുകൾ നമുക്ക് ചുറ്റും ഹല്ലേലൂയ വെട്ടി വീഴ്ത്തപ്പെടുന്നുണ്ട്. ഒരുപാട് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുപാട് വിത്തുകൾ വഴിയരികിൽ പക്ഷി കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് വിത്തുകൾ മുള്ളിന്റെ ഇടയിൽ ഞെരുങ്ങുന്നുണ്ട്. തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അഴുക്കാകുന്നവൻ ഇനിയും അഴുക്കാകട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ വാക്കിലുണ്ട്. അടുത്ത ഇങ്ങനെ പറയുന്നു, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരങ്ങളിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വെളിച്ചം ക്രിസ്തുവിന്റെ വെളിച്ചമായി പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ രിഗനവക്ഷസി ഹംദരാധന, ഓ രിപാലമനക്ഷസി ഹംദരേ രിഗനവൗഷം സി ഹംദരാധന. ഓ ഹല്ലേലൂയ. നീ ക്രിസ്തുവിനായി നീ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നിന്റെ അകത്തേക്ക് പകരപ്പെട്ട ജീവന്റെ വചനമുണ്ട്. നിന്നെ പുതിയ സൃഷ്ടിയാക്കിയ ഒരു വചനത്തിന്റെ ശക്തിയുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിൽ നിന്ന് നിലനിൽപ്പാൻ തക്കവണ്ണം നീ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ നിന്റെ വേരുകൾ ആഴത്തിൽ വളർന്നു. ഓ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ വിശ്വാസത്തിൽ ഹല്ലേലൂയ സ്നേഹത്തിൽ വേരൂന്നി ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിൽ നീ വളരുമ്പോൾ ഹല്ലേലൂയ നീ ആ ജീവവൃക്ഷത്തോട് ചേർന്ന് വളരുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാകുന്നവൻ ഇനി അഴുക്കാകട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ജീവവൃക്ഷത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ കൊമ്പുകളായി നമ്മെ ദൈവം തീർത്തിരിക്കുന്നത് കൊണ്ട് അവന്റെ കൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വേരുകൾ ഉണങ്ങിപ്പോകാതിരിക്കട്ടെ, വേരുകൾ വാടിപ്പോകാതിരിക്കട്ടെ, വേരുകൾ ശക്തിയോടെ ആഴത്തിൽ വളരട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിന് ഉയർക്കും, ഈ മർത്യമായത് അമർത്യതയെ ധരിക്കും. കണ്ണിലേക്കിടയിൽ നാം രൂപാന്തരപ്പെടും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് നാമും ഒരുമിച്ച് ആർക്കുന്ന കാലം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പാർത്തിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരായി എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരായി എന്നും നിന്റെ ശക്തിയായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും